ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണാമൃതം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷിർദി സായിബാബയുടെ കോഴിക്കോടുള്ള കല്ലായിലുള്ള ശ്രീ ഷിർദി സായിബാബ മിഷൻ എന്ന ബാബയുടെ മന്ദിരത്തെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. 70 ദശകങ്ങൾക്ക് മുമ്പ് 1947 മിലിറ്ററിയിൽ നിന്നും വിരമിക്കുന്ന സമയത്ത് ശ്രീ സായിദാസ് എം കണ്ണൻ എന്ന ആളുടെ കയ്യിൽ ബാബയുടെ ഒരു ഫോട്ടോ കിട്ടുവാനിടയായി. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഈ ഫോട്ടോ വെച്ച് പൂജ ചെയ്യുവാൻ തുടങ്ങി. കോഴിക്കോട് ബാബയുടെ ആദ്യത്തെ ഭക്തൻ എന്ന നിലയ്ക്ക് അദ്ദേഹം എല്ലാ വ്യാഴാഴ്ചകളിൽ പൂജയും ആരതിയും തുടങ്ങി. ആദ്യമൊക്കെ വളരെ കുറച്ചു പേർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ. കാരണം ബാബയെ അധികം ആർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ബാബയുടെ പ്രസക്തി വർദ്ധിക്കുകയും ബാബ ഒരു അവതാരമാണെന്ന് അറിയുകയും ചെയ്ത് ഒരുപാട് ഭക്തന്മാർ വ്യാഴാഴ്ചകളിൽ വരാൻ തുടങ്ങി. വ്യാഴാഴ്ച ബാബയെ പൂജിക്കാൻ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. പിന്നീട് വേറൊരു വീട്ടിലേക്ക് ബാബയെ മാറ്റി ചെറിയൊരു താൽക്കാലിക മന്ദിരം ഉണ്ടാക്കി. പിന്നീട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് കമ്മിറ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുത്തു. ഈ അംഗങ്ങൾ അന്നദാനം, അമ്പലത്തിൻ്റെ ദിവസേനയുള്ള കാര്യങ്ങൾ, പൂജയ്ക്കുള്ള സാധനങ്ങൾ എല്ലാം നോക്കി നടത്തി. ശ്രീ കുഞ്ഞിക്കൽ നാരായണൻ എന്ന ആൾ 2 സെന്റ് ബാബയുടെ മന്ദിരത്തിനായി ഡൊനേറ്റ് ചെയ്തു. ഡോക്ടർ PS മേനോനും ശ്രീ സേത് രാംചന്ദ്ര കുഷിറാം എന്നിവർ ചേർന്ന് ബാബയുടെ മന്ദിരം പണിയാൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു. ഡോക്ടർ PS മേനോൻ സെക്രട്ടറിയായും സേത് കുഷിറാം പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. ഡോക്ടർ PS മേനോൻ മരണപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടർ M ആനന്ദനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. അദ്ദേഹം ചെന്നൈയിലും ഷിർദിയിലുമുള്ള ബാബയുടെ അമ്പലങ്ങളിൽ പോവുകയും അവിടുത്തെ പേരുകേട്ട സായി ഭക്തന്മാരെ കാണുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം കോഴിക്കോട് ബാബയെ പറ്റി ആളുകളിൽ എത്തിക്കുവാൻ വേണ്ട ക്ലാസുകൾ എടുത്തു തുടങ്ങി. സായിവാണി, സായിബാബ ജീവചരിത്രവും അത്ഭുത സിദ്ധികളും എന്ന 2 മലയാളം പുസ്തകങ്ങൾ ഇറക്കി. പിന്നീട് 6 സെന്റ് ഭൂമി കൂടി വാങ്ങുവാൻ സാധിച്ചു. ഇന്ന് കാണുന്ന രീതിയിൽ ബാബയുടെ വിഗ്രഹവും അമ്പലവും ഉണ്ടായി. 27 ഫെബ്രുവരി 1980 ശ്രീ പാടേരി ശങ്കരൻ നമ്പൂതിരി ബാബയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഈ മന്ദിരത്തിന്റെ തറക്കല്ലിട്ടത് സ്വാമി ചിദാനന്ദപുരി സ്വാമിയാണ്. 3 നിലകളിലായാണ് ഇപ്പോൾ മന്ദിരം നിലകൊള്ളുന്നത്. 2ാം നിലയിലാണ് ബാബയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. 2009 മുതൽ നിത്യവും അന്നദാനം നടന്നു വരുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും സൗജന്യമായി മരുന്നുകൾ നൽകി വരുന്നു. കൂടാതെ സൗജന്യ മെഡിക്കൽ ചെക്കപ്പും നടത്തുന്നു. 15 ഒക്ടോബർ 1918 ബാബ മഹാസമാധിയായത്. വിജയദശമിയുടെ തൊട്ടടുത്ത ദിവസമായ ഏകാദശിയിലാണ് ബാബ മഹാസമാധി ആയ ദിവസം ആചരിക്കുന്നത്. ഈ പുണ്യവേളയിൽ നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സായിബാബ മിഷൻ നഗരത്തിൽ പ്രത്യേക ഘോഷയാത്ര നടത്തുന്നു. കൂടാതെ ഭജനകൾ, ആത്മീയ പ്രഭാഷണങ്ങൾ, സായി ചരിത്ര പാരായണം, വിവിധ പരിപാടികളും നടത്തുന്നു. ശ്രീരാമനവമി, ഗുരുപൂർണിമ എല്ലാം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി പ്രത്യേക പൂജകളും പരിപാടികളും ഇവിടെ ഉണ്ടാകാറുണ്ട്. വ്യാഴാഴ്ചകളിൽ രാവിലെ
5 മണി തൊട്ട് രാത്രി 9 മണി വരെ മന്ദിരം തുറക്കുന്നു. ബാക്കി ദിവസങ്ങളിൽ 5 മുതൽ 8 വരെ ഉണ്ടാവുന്നതാണ്. കേരളത്തിൽ സായിബാബയുടെ അമ്പലം വളരെ ചുരുക്കമായാണ് കണ്ടുവരുന്നത്. പാലക്കാട് കൊട്ടേക്കാട് ശുദ്ധി സായിബാബ അമ്പലവും ഗുരുവായൂരിൽ മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ബാബയുടെ അമ്പലവും മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. അതുകൊണ്ട് കോഴിക്കോട് കല്ലായിലുള്ള ബാബയുടെ മന്ദിരം അറിയാത്തവർക്കായി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എല്ലാവർക്കും ബാബയുടെയും മോഹൻജിയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് മോഹൻജി.